എവരിവൺ, വെൽക്കം ടു മൈൽസ് ഓഫ് ലൈഫ് വിത്ത് വിയർ. മൈൽസ് ഓഫ് ലൈഫിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. തമിഴിൽ കണ്ട പോലെ തന്നെ റീൽ ആൻഡ് റെസനൻസ് എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റീൽ വേഴ്സസ് റിയാലിറ്റി എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് റീൽ ആൻഡ് റെസനൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യത്തിൻ്റെയും പ്രതിഫലനമാണ് നമ്മളുടെ ഇന്നത്തെ ജീവിതം. ഞാനടങ്ങുന്ന നിങ്ങളുള്ള ഈ സമൂഹം ഇന്ന് ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ്, അങ്ങനത്തെ പല പ്ലാറ്റ്ഫോമുകളെയുമാണ്. നമ്മളായി തന്നെ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഞാനടങ്ങുന്ന സമൂഹത്തിലെ ജനങ്ങൾ ഫോളോ ചെയ്യുന്നതും അനുകരിക്കാൻ ശ്രമിക്കുന്നതും ഒരു 30 അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ് റീലിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെയാണ്. എൻ്റെ ലൈഫിലെ എൻ്റെ വീട്ടിലുള്ള പല കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ ചൂസ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ്. അതിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പങ്ക് വലുത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് എല്ലാവരുടെ വീടുകളിലും എല്ലാവരുടെ കാര്യങ്ങളിലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് അത് ചെറുതല്ല. നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കാൻ നമ്മൾ ചിന്തിക്കുന്നത് പോലും സോഷ്യൽ മീഡിയ നമ്മളുടെ ഫീഡിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഇന്ന് ഒരു റിയാലിറ്റിയിലല്ല, ഒരു റിയൽ ലൈഫിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് എന്തില്ല എന്നും മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. പലവരുടെയും വീട് വെക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കാണുന്നത് ഒരു 30-40 സെക്കൻഡ് മാത്രമാണ്. പക്ഷെ അതിന് പിന്നിൽ അവരിടുന്ന എഫേർട്ട് അല്ലെങ്കിൽ അവരതിനു വേണ്ടി എടുക്കുന്ന സ്ട്രഗിൾസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അതും വെച്ച് നമ്മളെ ജീവിതത്തെ തന്നെ എഴകീറി പരിശോധിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഇതില്ലല്ലോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ ഇതാണ്. നമുക്ക് റിയൽ ലൈഫിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയിലെ ഇമോഷൻസ് നമ്മൾ ക്യാരി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു റീലിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ പകർത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെല്ലാം ചെയ്തു എന്നതിൻ്റെ ഒരു വാലിഡേഷൻ നമ്മൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിയാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഭയങ്കര എസ്തെറ്റിക്കലി ചിത്രീകരിച്ചിട്ടുള്ളതാണ് എല്ലാ വീഡിയോസും. ഭയങ്കര എഡിറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് എല്ലാ വീഡിയോസും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവില്ലേ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. എനിക്ക് മാത്രം എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? എത്ര നന്നായിട്ടാണ് മറ്റുള്ളവർ അത് പ്രസൻറ്റ് ചെയ്യുന്നത്? എൻ്റെ ഉള്ളിൽ തന്നെ ആ കമ്പാരിസൺ നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലും അത് എത്രത്തോളം നടക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും പിൻട്രസ്റ്റി വൈബുള്ള സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളൊരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്, ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഫോളോ ചെയ്യുന്നത് ഒക്കെ നമ്മൾ കാണുന്ന ഫീഡ് അനുസരിച്ചിരിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എന്ത് സ്ക്രോൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വസ്ത്രധാരണം പോലും. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ലൈഫിലാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് പറയുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം കൂടുതൽ വഷളാവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിയാൻ പോലും നമ്മൾ മറന്നുപോകും. അതാണ് ഇനി നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എത്ര സ്പീഡിലാണ് സംസാരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ എത്ര വൃത്തിക്കാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന്. പക്ഷേ ഇതിനുള്ളിലും ഒരുപാട് എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ഒരു നിമിഷം അത് മറന്നു പോകുന്നുണ്ടായിരിക്കാം.
അപ്പോൾ നമ്മൾ റിയാലിറ്റീനെ മനസ്സിലാക്കാതെ എന്താണോ കാണുന്നത് അത് മാത്രമാണ് നമ്മൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ കാണുന്ന റീൽസ്, ഞാൻ കാണുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ഒരു വട്ടം രണ്ടു വട്ടം സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം അൽഗോരിതം നമുക്ക് കാണിച്ചു തരും ഇനി നമ്മൾ നാളെ തൊട്ട് എന്ത് കാണണം എന്നുള്ളത്. അത്തരത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ കാണണം എന്നുള്ളത് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെല്ലാം മനസ്സിലാക്കി റീൽ എന്താണെന്നും റിയാലിറ്റി എന്താണെന്നും എന്ത് ഫോളോ ചെയ്യണമെന്നും നമ്മൾക്കൊരു ധാരണ ആദ്യം ഉണ്ടാവണം. റീലും റിയാലിറ്റിയും തമ്മിലുള്ള അന്തരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയെ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ നെഗറ്റീവ്സിൽ ഫോളോ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ റിയാലിറ്റിയെ മറന്നുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നത്. ഞാൻ അടങ്ങുന്ന ഇന്നത്തെ ഈ സമൂഹം ഫോളോ ചെയ്യുന്ന ഓരോ പാറ്റേൺസും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാം ഫീഡ്സ് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആലോചിച്ച് നോക്കുന്നില്ല. പകരം നമ്മൾ കാണുന്ന ഫീഡിലുള്ളവർ എന്തൊക്കെയോ ചെയ്തു, അയ്യോ അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, നമുക്കെന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒരുപാട് നാള് ഞാനും ചിന്തിച്ചിട്ടുണ്ട് എത്രത്തോളം പ്രൊഡക്റ്റീവാണ്, എനിക്കൊന്നും കാണിക്കാനില്ലല്ലോ. രാവിലെ 8 മണിക്ക് ഞാൻ ജോലിക്ക് പോകുന്നു, 5 മണിക്ക് തിരിച്ചു വരുന്നു. അതിനിടയിൽ ഞാൻ അവിടെ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ബോധം എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഒന്നും ഇല്ലല്ലോ എന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ അത് തെറ്റാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തവും കൃത്യവുമായി നമ്മുടെ ലൈഫിൽ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളത് ഒന്ന് ബ്രീഫ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത് പോലെ നമുക്ക് തോന്നുന്നത്. മറ്റുള്ളവരുടെ ലൈഫാണ് അവർ കാണിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അത് ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു, അന്ന് നമുക്ക് റിയൽ ആൻഡ് റിയാലിറ്റി തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഇൻഫ്ലുവൻസറെ നോക്കുകയാണെങ്കിൽ അവരവരുടെ ബെറ്റർ സൈഡ് മാത്രമായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. അവർ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ടായിരിക്കും, അത് അവർ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ഒരു 30-40 സെക്കൻഡിൽ അവരുടെ ഒരു ഹോൾ ഡേ അവർ എഡിറ്റ് ചെയ്ത് സ്പീഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും അവർ എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. പക്ഷെ അതല്ല, അത് അവരുടെ 1 ഡേ ആണ്. പക്ഷെ അവരെ ടെക്നിക്സ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഇത്രയും സ്പീഡിൽ ഇവരെല്ലാം ചെയ്യുന്നു, നമുക്ക് സ്പീഡില്ല, നമ്മുടെ ലൈഫിലൊന്നും നടക്കുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മളുടെ തോൽവി. നമ്മളത് തിരിച്ചറിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ആൻഡ് റിയാലിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇടുന്ന എഫേർട്ട് എത്രത്തോളമാണ്, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ പറ്റുള്ളൂ. പലവർക്കും ഇതൊരു പ്രശ്നമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. അതാണ് സത്യം. നമ്മളിപ്പോൾ കാണുന്നതെല്ലാം നമുക്ക് വേണമെന്നും നമ്മളത് വാങ്ങിക്കൂട്ടാനും ശ്രമിക്കും. പക്ഷേ സത്യത്തിൽ അതൊന്നും നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ എറ നമ്മളതിനെ അതൊക്കെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുകയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അത്തരത്തിൽ നമ്മൾ ബോധവാന്മാരായിട്ടില്ല, ഇനിയും ബോധവാന്മാരായിട്ടില്ല എങ്കിൽ നമ്മളുടെ ലൈഫ് ഭയങ്കര കഷ്ടത്തിലായിരിക്കും കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ എത്തിക്കണം. സോഷ്യൽ വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മളീ പലരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെന്നും പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മളെന്നും പോസ്റ്റ് ചെയ്യണം, മറ്റുള്ളവർ കാണണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം എന്നൊക്കെയാണ് നമ്മളെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സോഷ്യൽ വാലിഡേഷന് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മളിന്ന് മാറിയിട്ടുണ്ട്. നമ്മളിലേക്ക് ചിന്തിച്ച് നമുക്ക് എന്ത് വേണമെന്ന് കണ്ടുപിടിച്ച് ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള തിരിച്ചറിവ് നമുക്ക് എന്നുണ്ടാകുന്നുവോ അന്നാണ് നമ്മുടെ ലൈഫ് ഒരു ബെറ്റർ വേർഷനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അല്ലെങ്കിൽ റിയൽ ആൻഡ് റെസനൻസ്
നമ്മളെ ലൈഫിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അത്തരത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുകയും നമ്മളത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആവും. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തിട്ടുള്ളതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.